KPCC പുനഃസംഘടനാ ചർച്ചകൾക്കായി നേതാക്കൾ ഇന്ന് ദില്ലിയിലേക്ക് പോകുന്നു. KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയെ കാണും. അതിവേഗത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ദില്ലിയിൽ നിന്നും തിരിച്ചെത്തിയാൽ പട്ടിക തയ്യാറാവും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അങ്ങനെ പുനഃസംഘടനയ്ക്ക് വേഗം വർദ്ധിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം. എന്നാൽ മാത്രമാണ് താഴെത്തട്ടിൽ എണ്ണയിട്ട യന്ത്രം പോലെ KPCCക്കും കോൺഗ്രസിനും പ്രവർത്തിക്കാൻ കഴിയുക. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺകുമാർ, KPCC പുനഃസംഘടന അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ തന്നെയാണ് പുതിയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫ് പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പുനഃസംഘടന പൂർത്തിയാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കി ഈ കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനൊപ്പം PC വിശ്വനാഥ് അടക്കമുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരും ദില്ലിക്ക് തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തും. അവിടെ നിന്നും അനുമതി ലഭിക്കുന്നതിന് തൊട്ടുപിന്നാലെ തന്നെ തിരിച്ചു കേരളത്തിലെത്തിയാൽ തൊട്ടുപിന്നാലെ മറ്റു നേതാക്കളുമായി ആലോചന നടത്തി ഒരു പട്ടിക തയ്യാറാക്കിയത് ദീപദാസ് മുൻഷിക്ക് കൈമാറുകയും അതുവഴി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അംഗീകാരം നേടുകയും ചെയ്യും. അങ്ങനെയാണ് KPCC നേതൃത്വത്തിന്റെ പ്ലാൻ. അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പാർട്ടി പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. മിഷൻ 2026 എന്ന പദ്ധതിയുമായിട്ട് വളരെ വേഗത്തിൽ തന്നെയാണ് പോകുന്നതെന്ന വിലയിരുത്തലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിവേഗത്തിൽ പുനഃസംഘടന നടത്തി പാർട്ടിയെ ഒരു തിരിച്ചുവരവിന്റെ പാതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.